ഹലോ ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു ജുവൽ ബേബീസ് വേൾഡ്. ക്രിസ്മസ് വ്ലോഗിൻ്റെ രണ്ടാമത്തെ പാർട്ടാണ് കേട്ടോ ഇത്. നമ്മൾ നിൽക്കുന്നത് എറണാകുളം മേനകയിലുള്ള മേത്തർ ബസാറിലാണ്, ബ്രോഡ്വേയിലാണ്. CK മാത്യു ആൻഡ് സൺസിൻ്റെ മുമ്പിൽ വന്നപ്പോൾ ഞാനങ്ങ് സ്റ്റക്കായിപ്പോയി. കാരണം എന്താണെന്നറിയോ, ഇവിടെ വെറൈറ്റി ആയിട്ടുള്ള ഐറ്റംസ് ആണ്. കഴിഞ്ഞ വർഷം നമ്മൾ ഇവിടുത്തെ വെറൈറ്റി ഐറ്റംസ് കാണിച്ചു. ഈ വർഷവും ഈ വെറൈറ്റി ഐറ്റംസ് കാണിക്കാതെ എനിക്ക് ഇനി മുന്നോട്ട് പോകാൻ പറ്റില്ല. അതുകൊണ്ടാണ് അത്രയും അടിപൊളി കളക്ഷൻസാണ് ഉള്ളത്. ഹാൻഡ് പിക്ഡ്, ഹാൻഡ് ക്രാഫ്റ്റഡ് ആയിട്ടുള്ള കിഡ്ലൻ ഐറ്റംസ് ആണ് ഇത്. ഓരോ പീസുകളേ ഇവിടെ ഉള്ളൂ. ഇതിൻ്റെ വേറെ പീസ് വേണമെന്ന് വെച്ചാൽ കിട്ടില്ല, വേറെ ഷോപ്പുകളിലും ഇല്ല. അപ്പോൾ അതുകൊണ്ട് അത്രയും മനോഹരമായിട്ടുള്ള ക്രിസ്മസ് ഐറ്റംസ് ആണ് ഇവിടെ ഉള്ളത്. അതായത് ഇതെല്ലാം നമുക്ക് മരം കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ക്രിസ്മസ് ട്രീ, വെൽവെറ്റ് ക്രിസ്മസ് ട്രീ, അതുപോലെ ഡ്രൈ ലീവ്സ് വെച്ചിട്ടുള്ള ക്രിസ്മസ് ട്രീ. ഇതെല്ലാം ടേബിൾ ടോപ്പിൽ നമുക്ക് വയ്ക്കാൻ പറ്റുന്ന ക്രിസ്മസ് ട്രീകളാണ്. അതായത് കണ്ടോ, ആ റെഡ് അത് വെൽവെറ്റ് കൊണ്ടുള്ള ക്രിസ്മസ് ട്രീയാണ്. അതൊക്കെ നമ്മൾ ഫസ്റ്റ് ടൈം കാണുമല്ലോ, ഞാൻ ഫസ്റ്റ് ടൈം കാണുകയാണ് എന്തായാലും. അപ്പോൾ അതായത് ഇത് ടേബിൾ ടോപ്പിൽ നമുക്ക് വയ്ക്കാൻ പറ്റുന്ന ക്രിസ്മസ് ട്രീ ആണ്. അപ്പോൾ വീട്ടിലാണെങ്കിലും അല്ലെങ്കിൽ ഷോപ്പുകളിലാണെങ്കിലും ഡെക്കോർ ചെയ്യാനുള്ള കിടിലനായിട്ടുള്ള വെറൈറ്റി ഐറ്റംസ് ആണ് ഇവിടെ ഉള്ളത്. ഇതൊക്കെ നമുക്ക് വലിയൊരു മണി, പിന്നെ കൂടുതലും ഇവിടെ നമുക്ക് വുഡ് വെച്ചിട്ടുള്ള ഐറ്റംസ് ആണ് കേട്ടോ. ഈ ഒരു മാനിനെ നോക്ക്, എന്ത് ക്യൂട്ടാണ് നോക്ക്. അതുപോലെ ക്രിസ്മസ് ട്രീ ഉണ്ട്. ഈ ക്രിസ്മസ് ട്രീ എല്ലാം തന്നെ വിറക്, അതായത് വിറക് കമ്പുകളും മരത്തിൻ്റെ കുഞ്ഞു കുഞ്ഞു കമ്പുകൾ ഉപയോഗിച്ചിട്ടുള്ളതാണ്. ഇത് കണ്ടോ, വലിയ മണി, നല്ല രസമാണ് കേട്ടോ അതിൻ്റെ ശബ്ദം കേൾക്കാനായിട്ട്. അതുപോലെ ബെറീസിൻ്റെ ഒരു ഇത് വരുന്നുണ്ട്. പിന്നെ ഈ വലിയ വലിയ നമ്മുടെ മാലാഖമാരുടെയൊക്കെ വേറെ ടൈപ്പ്, ഭടന്മാരുടെയൊക്കെ അങ്ങനെ വരുന്നുണ്ട്. അതുപോലെ തന്നെ ക്രിസ്മസ് ട്രീസിൻ്റെയും ക്രിസ്മസ് അപ്പൂപ്പന്മാരുടെയും വെറൈറ്റി ആണ് കേട്ടോ ഇവിടെ ഉള്ളത്. ഇതെല്ലാം ഈ സ്റ്റാറിനൊക്കെ സ്റ്റാർട്ടിങ് 500 റുപ്പീസ് മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇതെല്ലാം ഹാൻഡ് മെയ്ഡ് ഐറ്റംസ് ആണ്. നൂല്, ഡ്രൈ ഫ്ലവേഴ്സ്, അതുപോലെ തന്നെ ത്രെഡ്, പിന്നെ ചെറിയ ചുള്ളിക്കമ്പുകൾ പോലെ തോന്നിക്കുന്ന കമ്പുകൾ, ഇതെല്ലാം വെച്ചിട്ടാണ് കേട്ടോ ഇത് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഇത് ശ്രദ്ധിച്ച് കാണുമല്ലോ, റീത്ത്, ക്രിസ്മസ് റീത്ത്, അതെല്ലാം ഇങ്ങനെ ചൂരലൊക്കെ ഉപയോഗിച്ചിട്ടാണ്. ഡ്രൈ ലീവ്സ്, ഡ്രൈ ഫ്ലവേഴ്സ്, ഇതെല്ലാം ഉപയോഗിച്ച്, അതുകൊണ്ടാണ് ഇതിൻ്റെ കുറച്ച് വില കൂടുന്നത് കേട്ടോ. ഈ ഇരിക്കുന്ന സാധനങ്ങളെല്ലാം തന്നെ കപ്പുകളും മഗ്ഗുകളും ഒക്കെയാണ്. ക്രിസ്മസ് റിലേറ്റഡ് ആയിട്ടുള്ള ഐറ്റംസ് ആണ് ഇവിടെ ഉള്ളത് എല്ലാം തന്നെ. പിന്നെ ഈ കാണുന്നതെല്ലാം തന്നെ രൂപങ്ങളാണ് കേട്ടോ, മാലാഖമാരുടെയും യേശുവിൻ്റെയും കന്യാമറിയാമിൻ്റെയും അതുപോലെ തന്നെ ക്രിസ്മസ് അപ്പൂപ്പൻ്റെയും, അങ്ങനെ വെറൈറ്റി ആയിട്ടുള്ള സിറാമിക്കിലുള്ള ഐറ്റംസാണ് ഇതെല്ലാം തന്നെ. നല്ല രസമാണ്. അതുകൊണ്ട് തന്നെ കുറച്ച് കെയർ ചെയ്യണം, അല്ലെങ്കിൽ താഴെ വീണ ഇതിൻ്റെ പണി തീരും. സിറാമിക് ഐറ്റംസ് ഒത്തിരി ഉണ്ട് ഇവിടെ. ഇപ്പോൾ കപ്പ്, മഗ്, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം തന്നെ സിറാമിക്സിലുള്ളതാണ്. പിന്നെ ഈ ഒരു തിരുക്കുടുംബമൊക്കെ കണ്ട്, അതെല്ലാം സിറാമിക്സിലുള്ളതാണ്. സിറാമിക്, പ്ലാസ്റ്റിക്, മരത്തിലുള്ളത്, അങ്ങനെ പ്ലാസ്റ്റിക് വളരെ കുറവാണ് കേട്ടോ, കുറച്ചേ ഉള്ളൂ. ഇതൊക്കെ കണ്ട ക്രിസ്മസ് ട്രീ ഡെക്കേഴ്സാണ്, കുറേ ഉണ്ട് ക്രിസ്മസ് ട്രീ ഡെക്കേഴ്സ്. അതുപോലെ തന്നെ കീ ചെയിൻസ്, ഇപ്പോൾ നമുക്ക് ആർക്കെങ്കിലും ഗിഫ്റ്റ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ നിരവധി കീ ചെയിൻസ് ഇവിടെ ഉണ്ട്. അതുപോലെ ഗിഫ്റ്റ് ഐറ്റംസ് നമുക്ക് വേറൊരാൾക്കും കൊടുക്കാൻ പറ്റില്ലാത്ത അത്രയും കിടിലനായിട്ടുള്ള ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റുന്ന ഐറ്റംസ് ആണ് കേട്ടോ. ഇത് ഓരോന്നും കാണിക്കണമെങ്കിൽ ഒരു ദിവസം മുഴുവൻ വേണ്ടി വരും, കാരണം അത്രയും മൈന്യൂട്ടായിട്ടുള്ള നിരവധി ഐറ്റംസ് ഇവിടെ ഉണ്ട്. നിങ്ങൾ വന്നിട്ട് നിങ്ങൾക്ക് എക്സ്പ്ലോർ ചെയ്യാം. ഞാൻ ഒന്ന് കുറച്ചങ്ങ് കാണിച്ചു പോകുന്നു മാത്രം. ഈ ഒരു ക്രിസ്മസ് അപ്പൂപ്പനെ, ആ ഒരു തിരുക്കുടുംബം നോക്കിയാൽ എന്ത് ക്യൂട്ടാണല്ലേ. ക്യൂട്ട്നെസ് ആണ് കേട്ടോ ഇവരുടെ ഒരു മെയിൻ എന്ന് പറയുന്നത്. എല്ലാ ഐറ്റം ഭയങ്കര ക്യൂട്ടാണ്. ഈ ഒരു റെയിൻഡിയറിൻ്റെ ഒക്കെ വേറൊരു സ്റ്റൈല്. ഇത് മങ്കിയാണ്, മങ്കിയേയും ക്രിസ്മസ് അപ്പൂപ്പനാക്കിയിരിക്കുകയാണ്. ഇത് മനോഹരമായിട്ടുള്ളൊരു ക്രിസ്മസ് അപ്പൂപ്പനെ കണ്ടോ. സാന്താക്ലോസിനെയൊക്കെ ഇത്രയും ക്യൂട്ടാക്കാൻ പറ്റുമെന്ന് മനസ്സിലാവുന്ന ഇവിടെ വന്നപ്പോഴാണ് കേട്ടോ. ഇതെല്ലാം തന്നെ നമുക്ക് ബോക്സുകളൊക്കെ ആയിട്ട്, അതായത് നമുക്ക് അടുക്കളയിലും വീട്ടിലും എല്ലാം വയ്ക്കാൻ പറ്റുന്ന ചെറിയ ചെറിയ ബോക്സുകളൊക്കെ ആയിട്ടുള്ള ഇതുണ്ട് ഇവിടെ. പിന്നെ ക്രിസ്മസ് അപ്പൂപ്പൻ്റെ ക്യാപ്പുകൾ, പിന്നെ റീത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെറൈറ്റി ക്രിസ്മസ് റീത്താണ് ഇവിടെ ഉള്ളത്. നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ളതോ അല്ലെങ്കിൽ കണ്ടുപോയിട്ടുള്ളതോ അല്ല. വെറൈറ്റി എന്ന് പറഞ്ഞാൽ ഞാൻ വെറൈറ്റി, അത്രയും വെറൈറ്റി ഐറ്റംസാണ് ഇവിടെ ഉള്ളത്. അതായത് നമുക്ക് എന്ത് ക്യൂട്ടായിട്ടുള്ള ഐറ്റംസാണ് നോക്ക്. അതുപോലെ ആ കുഞ്ഞ് ക്രിസ്മസ് ട്രീ ഒക്കെ കണ്ടോ, കുഞ്ഞത് ടേബിൾ ടോപ്പിൽ നമുക്ക് വയ്ക്കാം, വീട്ടിൽ ഡെക്കർ ചെയ്യാനായിട്ട് നല്ലതാണ്. ഇത് കണ്ടോ, ഈ ഒരു തിരുകുടുംബം എന്ന് പറയുന്നത്, അതുപോലെ മാലാഖമാർ ആ ഒരു ക്രിബിൽ വയ്ക്കാൻ പറ്റുന്നതെല്ലാം വളരെ ക്യൂട്ടായിട്ടുള്ളതാണ് കേട്ടോ. ഇതുപോലത്തെ ഐറ്റംസൊക്കെ നിങ്ങൾ വേറെ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ എനിക്കൊന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. അതുപോലെ ഈ ഷോപ്പ് അന്വേഷിച്ച് വരുന്നവരാണെങ്കിലും കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. ഈ ഒരു ക്യാൻഡിൽ കണ്ടോ, അത് യഥാർത്ഥ ക്യാൻഡിലല്ല, അത് പ്ലാസ്റ്റിക് ക്യാൻഡിലാണ്. അത് ഇവിടെ വേറെ ഇരിപ്പുണ്ട് കേട്ടോ, ഞാൻ അത് കാണിച്ചു തരാം. ഇതെല്ലാം തന്നെ നമുക്ക് ക്രിസ്മസ് ട്രീ ഡെക്കേഴ്സാണ്. ക്രിസ്മസ് ട്രീ ഡെക്കർ മാത്രമല്ല, നമുക്ക് വീടുകളിലും ഇപ്പോൾ എല്ലാവരും തന്നെ ക്രിസ്മസൊക്കെ ആകുമ്പോഴേക്കും അലങ്കരിക്കും. ഇതെന്ത് ക്യൂട്ടാണ് നമുക്ക്. പിന്നെ ക്രിസ്മസ് കാർഡുകളുടെ ഒരു മിനിയേച്ചർ ഇവിടെയുണ്ട്. അതെല്ലാം തന്നെ നമുക്ക് ഇതുപോലെ
ക്രിസ്മസ് ട്രീ ഡെക്കേഴ്സുകളാണ്. കണ്ടോ എന്ത് ക്യൂട്ട്, അതിൽ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു അത്. ഇതാണ് നമ്മുടെ മെഴുകുതിരി. ഇത് പ്ലാസ്റ്റിക്കാണ് കേട്ടോ. സ്വിച്ച് ഇട്ടാൽ മതി, ലൈറ്റ് കത്തിക്കോളും. അപ്പം ഇത് ബാറ്ററി ഉപയോഗിച്ചിട്ടുള്ളതാണ്. അതിൻ്റെ വൈറ്റ് കളേഴ്സും റെഡ് കളേഴ്സും ഓരോ ഐറ്റവും വളരെ ക്യൂട്ടാണ് കേട്ടോ. ഈ ഒരു ക്രിസ്മസ് അപ്പൂപ്പന്മാരുടെ ഇത്, പിന്നെ ആ ബോക്സ്, ഗിഫ്റ്റ് ബോക്സുകൾ, ഗിഫ്റ്റ് ഹാമ്പേഴ്സുകളൊക്കെ ഇവിടെ ഉണ്ട്. ക്രിസ്മസ് സ്റ്റാറൊക്കെ തന്നെ വെറൈറ്റി ആയിട്ടുള്ള ക്രിസ്മസ് സ്റ്റാറാണ്. പിന്നെ കുഞ്ഞു കുഞ്ഞു ഏഞ്ചൽസ് ഉണ്ട് ഇവിടെ. നമ്മുടെ ഏഞ്ചൽ എന്നുള്ള നമ്മുടെ മനസ്സിൽ നമ്മൾ കാണുന്ന ആ ഒരു സ്റ്റൈലൊന്നുമല്ല, മറ്റൊരു സ്റ്റൈലാണ്. വേറൊരു ക്യൂട്ട് സ്റ്റൈലിലേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ടുപോകും. ഈ ഒരു ക്രിസ്മസ് ഫാദേഴ്സിൻ്റെ, സാന്താക്ലോസിൻ്റെ ഒക്കെ സ്റ്റൈൽ കണ്ടോ, വേറെ സ്റ്റൈലാണ്. അതുപോലെ തന്നെ കപ്പുകളും മഗ്ഗുകൾ, അതൊക്കെ അതിൻ്റെ ആ പിടിയിൽ പോലും ക്രിസ്മസ് അപ്പൂപ്പന്മാരെ നമുക്ക് കാണാനായിട്ട് പറ്റും. അങ്ങനത്തെ വരുന്നുണ്ട് കേട്ടോ, ഞാൻ കാണിച്ചു തരാം. സ്മോൾ ക്യൂട്ട് ക്രിസ്മസ് അപ്പൂപ്പന്മാർ, വലിയ ക്രിസ്മസ് അപ്പൂപ്പൻ, ഇതെല്ലാം തന്നെ നമ്മുടെ സിറാമിക്കിൽ വരുന്നതാണ് കേട്ടോ. സിറാമിക് ഐറ്റംസ് ആണ് ഇവിടെ തന്നെ, അതുകൊണ്ട് ഹാൻഡിൽ വിത്ത് കെയർ. ഈ ഒരു മാലാഖമാരെയൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ വളരെ ക്യൂട്ടാണ് കേട്ടോ. അതുപോലെ ക്രിസ്മസ് ട്രീ ഡെക്കറുകളാണ് ഏറ്റവും കൂടുതൽ. ഇത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ, നമ്മുടെ ദിൽവാലെ ദുൽഹനിയ ലേ ജായേംഗേയിൽ ഇതിൻ്റെ ഒരു വലിയ വേർഷനാണ്, അതും ഇവിടെ ഉണ്ട്. ഞാൻ കാണിച്ചു തരാം. അതിൻ്റെ സ്മോൾ വേർഷനാണ് ഇവിടെ ഉള്ളത്. ഇത് ഞാനിവിടെ ഫസ്റ്റ് ടൈമാണ് കേട്ടോ കാണുന്നത്. കഴിഞ്ഞ വർഷമൊന്നും ഞാനിവിടെ കണ്ടില്ല. അപ്പോൾ ദിൽവാലെ ദുൽഹനിയ ഇപ്പോൾ 30 years ആകുമ്പോൾ അത് നമ്മുടെ നാട്ടിലും ഇവിടെ വന്നു തുടങ്ങിയിട്ടുണ്ട്, ആ ഒരു മണി. പിന്നെ നമ്മുടെ ക്രിസ്മസ് ഫാദേഴ്സിൻ്റെയും സാന്താക്ലോസിൻ്റെയും എല്ലാം ഒരു വലിയ നിര തന്നെ ഇവിടെ ഉണ്ട്. പിന്നെ എടുത്തു പറയേണ്ടത് നമുക്ക് ഡെക്കർ ഐറ്റംസ്. ഇപ്പോൾ ക്രിസ്മസ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ വീടൊക്കെ ഡെക്കറേറ്റ് ചെയ്യാൻ പറ്റുന്ന നിരവധി ഡെക്കേഴ്സുകൾ ഇവിടെ ഉണ്ട്. ഈ ഒരു ക്യൂട്ട് കണ്ടോ, നല്ല രസമുണ്ടല്ലേ, സ്നോ ഗേൾ. സിറാമിക്കിൽ ഇത്രയും അത്ഭുതങ്ങൾ തീർക്കാൻ പറ്റുന്ന ഇവിടെ വരുമ്പോഴാണ് മനസ്സിലാവട്ടെ. ഇത് കണ്ടോ, ഇതൊരു ടീപോട്ടാണ്, ഒരു ജഗ്ഗാണ്. ഇതിനകത്ത് നമുക്ക് ചായയൊക്കെ ഒഴിക്കാം. ക്രിസ്മസ് ആകുമ്പോഴേക്കും നമ്മുടെ ടേബിൾ ടോപ്പിൽ ഇത് വന്നു കഴിഞ്ഞാൽ എന്ത് ഭംഗിയായിരിക്കും നോക്ക്. അതിൻ്റെ തന്നെ കുറേ പ്ലേറ്റുകൾ, ഗ്ലാസ്സുകൾ, കപ്പുകൾ, അതെല്ലാം ഇവിടെ ഉണ്ട് കേട്ടോ. പിന്നെ ഞാൻ ആദ്യം പറഞ്ഞില്ലേ, ചെറിയ ചെറിയ നമുക്ക് പോട്ടുകളുണ്ട്. ഇപ്പോൾ പ്ലാന്റ് പോട്ടുകളുണ്ട്. അതുപോലെ തന്നെ ഇതെല്ലാം മഗ്ഗാണ്. ഞാൻ ആദ്യം പറഞ്ഞില്ലേ, ഒരു ക്രിസ്മസ് അപ്പൂപ്പൻ്റെ നമുക്ക് പിടിയൊക്കെയുള്ള മഗ്ഗുകൾ ഗിഫ്റ്റ് കൊടുത്താൽ എന്ത് രസമായിരിക്കും അല്ലേ. ക്രിസ്മസ് ഗിഫ്റ്റുകൾ മറ്റുള്ളവർക്ക് കൊടുക്കുവാണെങ്കിൽ എന്ത് സന്തോഷമായിരിക്കും അവർക്ക്. അവർ പൊന്നു പോലെ എടുത്ത് വയ്ക്കുക. അതിനകത്ത് ചായ കുടിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതൊക്കെ എന്ത് രസമുള്ള ഒരു ജഗ്ഗാന്ന് നോക്ക്. നല്ല ക്യൂട്ടായിട്ടുള്ള, കണ്ണുപോലും കാണാൻ പറ്റാത്ത ക്രിസ്മസ് അപ്പൂപ്പൻ. അങ്ങനത്തെ കുറേ കളക്ഷൻ ഉണ്ട് കേട്ടോ ഇവിടെ. നമുക്ക് ഒരു യുണീക്കായിട്ട് ഒരാൾക്ക് ഗിഫ്റ്റ് കൊടുക്കണം, ക്രിസ്മസിന് ഗിഫ്റ്റ് കൊടുക്കണം എന്നുണ്ടെങ്കിൽ നേരെ ഇങ്ങോട്ട് വന്നാൽ മതി. ഇവിടെ നിന്ന് നിങ്ങൾക്ക് ഒരെണ്ണമൊന്നുമല്ല, നിങ്ങൾ കുറേ വാങ്ങിക്കൊണ്ട് പോകേണ്ടി വരും. അപ്പോൾ തിരുകുടുംബത്തിൻ്റെ തന്നെ ഈ പറഞ്ഞ പോലെ കുറേ സ്റ്റൈലിലുള്ള ഐറ്റംസ് ഉണ്ട് കേട്ടോ. പല സ്റ്റൈലിലുള്ള ഐറ്റംസ് വരുന്നത്. അതിൻ്റെ ക്യൂട്ടായിട്ടുള്ളൊരു കുഞ്ഞു തീവണ്ടി എവിടെയെന്ന് നോക്ക്. അതുപോലെ തന്നെ റെയിൻഡിയേഴ്സ്, ക്രിസ്മസ് ഫാദർ, സാന്താക്ലോസ്, അതുപോലെ തന്നെ മിസ് സാന്താക്ലോസ് ആൻഡ് മിസ്സിസ് സാന്താക്ലോസ്, ഇതെല്ലാം ഇവിടെ ഉണ്ട്. ക്രിസ്മസ് റിലേറ്റഡ് ആയിട്ടുള്ള ഐറ്റംസാണ് ഇപ്പോൾ കൂടുതലായിട്ടും കാണുന്നത് കേട്ടോ. അതുപോലെ തന്നെ ഏഞ്ചൽസിൻ്റെയും തിരുക്കുടുംബത്തിൻ്റെയും കുറേ കളക്ഷൻസ് ഉണ്ട്. നമ്മൾ ഇതുവരെ കാണാത്ത സ്റ്റൈലിലുള്ള കളക്ഷൻസ് ഇവിടെ ഉണ്ട്. ഈ കാണുന്ന എല്ലാം തന്നെ കീ ചെയിനായിട്ട് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ തന്നെ ട്രീ ഡെക്കറായിട്ട് യൂസ് ചെയ്യാം. അതുപോലെ വീടുകളിൽ നമുക്ക് ക്രിസ്മസ് ടൈമിൽ ഡെക്കർ ചെയ്യാനായിട്ട് പറ്റും. ഇതൊക്കെ 250 rupees വരുന്നത്. മരത്തിൽ തീർത്തതാണ് മിക്കതും തന്നെ, അതുകൊണ്ടാണ് ഈ ഒരു റേറ്റ് വരുന്നത്. ഇവിടെ എല്ലാം സ്റ്റാർട്ട് ചെയ്യുന്നത് ഏകദേശം ഒരു 250 റേഞ്ച് മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ചിലതിന് 100 rupees വരുന്നുണ്ട് കേട്ടോ. ചിലത് 100 rupees വരുന്നത്, പിന്നെ 250 അതിന് മുകളിലേക്കാണ് റേറ്റുകൾ വരുന്നത്. ഇത് ഹാൻഡ് മെയ്ഡ് ഐറ്റം ആയതുകൊണ്ടാണ് ഇതിനകത്ത് കൂടുതലും റേറ്റ് വരുന്നത്. വേറൊരു സ്ഥലത്ത് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റില്ല. അപ്പോൾ ഈ ഷോപ്പിനെ ഞാൻ ലാസ്റ്റ് ഇയറും പരിചയപ്പെടുത്തിയിരുന്നു, ഈ ഇയറും പരിചയപ്പെടുത്താതെ ഇവിടുന്ന് കടന്നു പോകാൻ പറ്റില്ല. അത്രയും രസമാണ്. ഇതൊരു പ്രൊമോഷൻ വീഡിയോ അല്ല കേട്ടോ, എനിക്ക് അത്രയും ഇഷ്ടപ്പെട്ടതുകൊണ്ട് നിങ്ങൾക്കും കൂടെ വേണ്ടിയിട്ട് ഞാൻ കാണിക്കുന്നു എന്ന് മാത്രം. ഇത് കണ്ടോ, ക്രിസ്മസ് റീത്തുകൾ, അതുപോലെ തന്നെ ആ ഒരു ക്രിസ്മസ് സ്റ്റാർ കണ്ടോ, ഇതെല്ലാം കൈകൊണ്ട് ഉണ്ടാക്കുന്നതാണ്, ഹാൻഡ് മെയ്ഡ് ഐറ്റംസാണ്. ഇതെല്ലാം തന്നെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ടേബിൾ ടോപ്പായിട്ടുള്ള ക്രിസ്മസ് ട്രീകളാണ്. വെൽവെറ്റിലും അതുപോലെ തന്നെ ത്രെഡിലും തീർത്തിട്ടുള്ളതാണ് കൂടുതലും. ആ ഒരു മണി കണ്ടോ, നമ്മുടെ ദിൽവാലെ ദുൽഹൻ ലേ ജായേംഗേയിലെ മണി, അതിൻ്റെ വലിയതാണ് അവിടെ ഇരിക്കുന്നത്. അപ്പം ഈ കാണുന്ന എല്ലാം തന്നെ ക്രിസ്മസ് ട്രീ ആണ്, ടേബിൾ ടോപ്പ് ക്രിസ്മസ് ട്രീ. ക്രിസ്റ്റലിലുള്ളൊരു ക്രിസ്മസ് ട്രീ ഞാൻ കണ്ടു കേട്ടോ, ഇപ്പോൾ കാണിച്ചു തരാവേ. അത് വളരെ വെറൈറ്റി ആയിട്ടുള്ളതാണ്. ഇത് കണ്ടോ, ആ ഗ്രീൻ കളറും റെഡ് കളറിലുള്ള ക്രിസ്റ്റലിൽ തീർത്ത ക്രിസ്മസ് ട്രീ ആണ്. ഇതൊക്കെ നല്ല ഷോപ്പിലൊക്കെ വയ്ക്കുക, അല്ലെങ്കിൽ നമ്മുടെ
വീട്ടിലൊക്കെ ഡെക്കർ ചെയ്യുകയാണെങ്കിൽ എന്ത് രസമായിരിക്കും അല്ലേ. ഒരു ക്രിസ്മസ് അപ്പൂപ്പനെ നോക്ക്, ഇതൊരു ഭംഗിയാണ്. ഇത്രയും രസമുള്ള ഭംഗിയുള്ളൊരു സാന്താക്ലോസ് ഞാൻ കണ്ടിട്ടില്ല. ക്യൂട്ട്നെസ് ആണ്. അപ്പോൾ ഈ ഷോപ്പിലുള്ള ഏത് ഐറ്റമാണ് നിങ്ങൾക്ക് കൂടുതൽ ഇഷ്ടമായെന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ പുറകെ വരുന്നുണ്ട്. നമ്മുടെ വ്ളോഗ് അവസാനിക്കുന്നില്ല. അപ്പോൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിന് വേണ്ടിയിട്ട് ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കണ്ട. ക്രിസ്മസ് ഗിഫ്റ്റിന് വേണ്ടി കൂടുതലൊന്നും അന്വേഷിച്ച് നടക്കണ്ട, നേരെ ഇങ്ങോട്ട് വന്നാൽ മതി. ഓക്കെ, നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.